ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമ ബംഗാളിൽ ഇത്തവണ BJP ഭരണം പിടിക്കും. ഇല്ല സാർ, ഒരു ചുക്കും നടക്കില്ല. എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ പറയാറുള്ളത്. എന്ത് സന്ദേശ് കാലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു, അപ്പോഴും ഒന്നും ചുക്കും സംഭവിച്ചിട്ടില്ല അവിടെയൊന്നും. അങ്ങനെ പറയരുത്. BJPക്ക് എത്ര MLA മാരുണ്ടെന്നറിയോ? 77 MLA മാരുണ്ട് BJPക്ക്. അത് കാണണം. BJPക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. 77 MLA മാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമൊന്നുമല്ല. 294 സീറ്റാണ് അവിടെ ഉള്ളത്. ഏതാണ്ട് 8 കോടി വോട്ടർമാരുണ്ട്. 294 77 BJPക്ക് MLA മാരുണ്ട്. ഇത്രയും വലിയ പ്രതിസന്ധിയിൽ BJP നേരിതാണ്. നിങ്ങളുടെ CPM എത്രയാണെന്നറിയോ? കോൺഗ്രസിന് എത്രയാണെന്നറിയോ? ഇതാണ് വട്ടപൂജ്യം. അപ്പോൾ അവിടെ കോൺഗ്രസും CPM മാത്രം ഭരിച്ചിരുന്ന സ്ഥലത്ത് TMC ഉണ്ടായി. ഇപ്പോൾ TMCയും BJPയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ. BJP ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായി വന്നതാണ്. പക്ഷേ TMCക്ക് കൂട്ടത്തോടെ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. ആ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിമുകളാണ്. മുസ്ലിമുകളെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറി വന്ന മുസ്ലിമുകളാണ്. അതാണ് മമത കുറേയായിട്ട് മരണപ്രാണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ പ്രജിത ചോദിച്ചതിന് ഞാൻ 2-3 ഫാക്ടേഴ്സ് പറയാം. മലയാളത്തെ ഒരു മാധ്യമ പ്രവർത്തകരും പറയാത്ത കാര്യങ്ങൾ. ഒന്ന്, ആദ്യമേ ഏറ്റവും പുതിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ SIRൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വന്നു. 58 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ അധികമായിട്ടുണ്ട്. അവരെ നീക്കാൻ പോവുക. 58 ലക്ഷം പേർ. അതിൽ പരിശോധന നടത്തിയപ്പോൾ 24 ലക്ഷം പേർ മരിച്ചു പോയവരാണ്. 12 ലക്ഷം പേരെ കാണാനില്ല. അതായത് അവർ ഇലക്ഷൻ ആകുമ്പോൾ ഒന്ന് വോട്ട് ചെയ്യുന്നുണ്ട്, ഈ മരിച്ചവർ ഉൾപ്പെടെ. ആരെന്നറിയോ വോട്ട് ചെയ്യിക്കുന്നത്? പേര് ചേർത്തിട്ട് ഈ റോഹിംഗ്യൻസ് ബംഗ്ലാദേശികളെ കൊണ്ട് വോട്ട് ചെയ്യിക്കും. 20 ലക്ഷം പേര് റീലൊക്കേറ്റഡാണ്, അവർ മാറിപ്പോയി. പിന്നെ 1.38 1,38,000 പേർക്ക് ഇരട്ട വോട്ടുകളുണ്ട്. ഇവിടെ വോട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഇത് മഷി വാങ്ങിച്ചിട്ട് അടുത്ത മണ്ഡലത്തിൽ വോട്ട് ചെയ്യിക്കും. അങ്ങനെ പിന്നെ 57,000 പേരെ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കി. അതായത് 58 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാണ്ടായി. എന്ന് വെച്ചാൽ മമതയുടെ 58 ലക്ഷം വോട്ട് പോയി. ഇനി മുമ്പൊരിക്കൽ ഒരാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ബംഗാളിലെ പല ഗ്രാമങ്ങളിലും ആളുകളില്ല. ആളുകളൊക്കെ പോയിന്നേ. SIR തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും ആയിരുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് നേരെ പോയി നേപ്പാളിൽ പോയിരിക്കുക. നേപ്പാളിൻ്റെ അവസ്ഥ നേപ്പാളിപ്പോൾ ഓരറിയും. നമ്മളതിൻ്റെ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ പ്രിയൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് പോവുക. പിടി വന്നത് ഇപ്പോഴാണ്. അതാണ് ഒരു ഘടകം. അപ്പം 58 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാവുന്നു. പിന്നെ കൂട്ടത്തോടെ ആളുകൾ നാട് വിട്ടു പോകുന്നു. മമതയുടെ വോട്ട് ബാങ്ക് ആരാണ്? ബംഗ്ലാദേശികൾ, റോഹിംഗ്യൻസ്. അവരെ കൊണ്ടാണ് CPM അത്രയും ജീവിച്ചത്. അവരെ കൊണ്ടാണ്. അവരെ കൂട്ടത്തോടെ വിലയ്ക്ക് വാങ്ങിയിട്ടാണ് മമത ജീവിച്ചുകൊണ്ടിരുന്നത്. ആ അത്രയും വോട്ടുകൾ, 58 ലക്ഷം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ ഒരു 5000 വോട്ടിൻ്റെ വ്യത്യാസം കൂട്ടിക്കേ. മമത തോറ്റുപോകും എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണക്ക് വെച്ച് കൃത്യമായി സ്ഥാപിക്കാൻ പറ്റും. ഇനി അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ മുർഷിദാബാദ് ഹൈവേയിലൂടെ പോകണം. മുർഷിദാബാദ് ഹൈവേയിലൂടെ പോകുമ്പോൾ ഒരു തുറസായ സ്ഥലത്ത് ഒരു ഓലക്കീറിൻ്റെ മറ പോലും ഇല്ലാത്ത സ്ഥലത്ത് എല്ലാ വെള്ളിയാഴ്ചയും 1 ലക്ഷം ആളുകൾ നമാസ് ചെയ്യുന്നു. 1 ലക്ഷം മുസ്ലിമുകൾ വരിക. ഒരു മൈതാനത്ത് പള്ളിയില്ല, അവിടെ ഒന്നുമില്ല. അവിടെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MLA ആയ ഭരത്പൂരിലെ MLA ആയ ഹുമയൂൺ കബൂർ എന്ന് പറയുന്നത് ഭരത്പൂരിലെ MLA ആയ ഹുമയൂൺ കബീർ. 2 ഹുമയൂൺ കബീർമാരുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിൽ. ഒരാളൊരു IPS ഓഫീസറായിരുന്നു. അയാൾ ഡബ്ര പശ്ചിമ മേദിനിയിലെ MLA ആണ്. ഇത് ഭരത്പൂരിലെ MLA. അയാൾ പ്രഖ്യാപിച്ചത് ഞാനിവിടെ ഒരു ബാബറി മസ്ജിദ് പണി. അങ്ങനെ ബാബറി മസ്ജിദിന് അയാൾ ഡിസംബർ 6 കല്ലിട്ടു. അയാളെ തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കി. അയാൾ പറയുകയാണ് എന്നെ അറബി രാജ്യങ്ങൾ ഉൾപ്പെടെ സഹായിക്കും. ഇന്ത്യയിൽ 40 കോടി മുസ്ലിമുകളുണ്ട്. ഓരോ മുസ്ലിമും 5 രൂപ വെച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ 100 രൂപ വെച്ച് തന്നാൽ എനിക്ക് ഇതിനൊക്കെ പഴയ ബാബറി മസ്ജിദിനെ വെല്ലുന്ന ലോകത്തിലെ ഏറ്റവും മികച്ചൊരു പള്ളി ഉണ്ടാക്കാൻ പറ്റും. എന്നെ അറബ് രാജ്യങ്ങളൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മമത പുറത്താക്കിയിട്ടും അയാൾ പറയുന്നു, ഇവിടെ വരൂ മുസ്ലിങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നമ്മളുണ്ടാക്കും പള്ളി എന്ന് പറഞ്ഞ് കല്ലിട്ടതിന് ഡിസംബർ 6 ശേഷമുള്ള എല്ലാ വെള്ളിയാഴ്ചയും അവിടെ 1 ലക്ഷത്തോളം മുസ്ലിങ്ങൾ നമാസിന് വെള്ളിയാഴ്ച നമസ്കാരത്തിന് വരുന്നുണ്ട്. ആരുടെ വോട്ട് ബാങ്കാണെന്നറിയോ? മമതയുടെ വോട്ട് ബാങ്കാണ്. മമതയുടെ വോട്ട് ബാങ്കാണ്. അയാൾ പറഞ്ഞു ഡിസംബർ 22 ഇന്ന് 16 തീയതി നമ്മൾ സംസാരിക്കും, 22 തീയതി ഞാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. മമത എന്നെ സഹായിക്കുന്നില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാനാണ് നിലകൊള്ളുന്നത്,
ഒരു പുതിയ ബാബറി പള്ളി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശ്രമം ഞാൻ നടത്തും എന്ന് പറഞ്ഞപ്പോൾ വലിയ തോതിൽ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഹുമയൂൺ കബീർ അങ്ങനെ പടർന്നു കയറുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ നോക്കും 3 ഘടകങ്ങൾ. ഒന്ന്, ബംഗ്ലാദേശി റോഹിംഗ്യൻസ് നാട് വിട്ട് പേടിച്ചോടി, വോട്ടർ പട്ടികയിൽ നിന്ന് 58 ലക്ഷം പേര് പോയി. ഹുമയൂൺ കബീർ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുക, നമ്മുടെ ബാബറി പള്ളി നമ്മളുണ്ടാക്കും, ഈ തള്ള സമ്മതിക്കുന്നില്ല, ഞാനുണ്ടാക്കും. അവിടെ ഒരു മുസ്ലിം നേതാവ് ഉയർന്നു വരികയാണ്. അവിടെ നമ്മുടെ ഒവൈസി ഉണ്ട്, ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിം പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആ ഒവൈസിയുടെ പാർട്ടി അവിടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 22-ാം തീയതി പിറക്കാൻ പോകുന്ന ഹുമയൂൺ കബീറിൻ്റെ പാർട്ടിയും ഒവൈസിയുടെ പാർട്ടിയും കൂടെ ചേർന്നൊരു മുന്നണി ഉണ്ടാക്കി പശ്ചിമ ബംഗാളിൽ മത്സരിച്ചാൽ ബംഗാൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ചിലർ പറയുന്നത് ഒരു 30-40 സീറ്റ് ചിലപ്പോൾ അവർ ജയിക്കും. അത്രയേറെ സീറ്റുകളിൽ 30-40 സീറ്റുകളിൽ അവർക്ക് ജയിക്കാൻ കഴിയും. 30-40 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ 80 സീറ്റ് അങ്ങോട്ട് മാറിയാൽ BJP പാട്ടും പാടി ജയിക്കും. ഇതൊരു രാഷ്ട്രീയ ചിത്രം മാറുക, വലിയ തോതിൽ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. പിന്നെ CPM അവിടെ ഉണ്ട് വല്ലപ്പോഴുമൊക്കെ. അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ, ഒരു അച്ഛനും മകനും വീട്ടിൽ വാതിക്കെ ഇരിക്കുകയായിരുന്നു. മറ്റേ മാൾഡയിലൊക്കെ കലാപം ഉണ്ടായപ്പോൾ നേരെ വന്ന് അപ്പനും മകനെയും കുത്തിക്കൊന്നു. രണ്ടുപേരും CPM ഹിന്ദു ആയതുകൊണ്ട് കുത്തിക്കൊന്ന. ഹിന്ദു ആണെങ്കിൽ നീ CPM ആണെങ്കിലും നിനക്ക് രക്ഷയില്ല. നിൻ്റെ പേര് ഹിന്ദു പേരാണെങ്കിൽ നിന്നെ തേടി അവർ വരുമെന്ന് ബംഗാൾ കാണിച്ചു കൊടുത്തു. ഇവിടുത്തെ CPM പ്രതിഷേധിച്ചില്ല, അനുശോചനം പോലും രേഖപ്പെടുത്തിയില്ല, ഒരു പന്തംകൊളുത്തി പ്രകടനം നടത്തില്ല, കരിങ്കൊടി ഉയർത്തില്ല, പാർട്ടി മെമ്പർമാരായിരുന്നു. അങ്ങനെ ബംഗാൾ രാഷ്ട്രീയം വല്ലാതെ മാറുന്നു എന്നാണ് ബംഗാളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ല. കാരണം ഇവിടെയൊക്കെ കേരളത്തിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സഹായത്തോടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തോളിൽ കയറിയിരുന്ന സതീശൻ്റെ പാർട്ടി വലിയ വിജയം നേടിയിരിക്കുക. അതിപ്പോൾ അമ്പലത്തിൽ സുപ്രഭാതം വെക്കരുത് എന്ന് പോലും പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ അജണ്ട തീരുമാനിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. UDFൻ്റെ കൂടെ ആരൊക്കെയാണ് ചിന്തിക്കണം. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടി, പിന്നെ സാക്ഷാൽ ലീഗ്, എല്ലാവരും ഉണ്ടെന്നേ. അവരെല്ലാം കൂടെ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് അവിടുത്തെ വലിയ ഇസ്ലാമിക സാമ്രാജ്യം പൊളിഞ്ഞു പോകുന്നത്. ഇനി മാത്രമല്ല, സാക്കിർ നായിക്കിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള മുസ്ലിമുകളെ നിങ്ങൾ കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്തു പോകണം, നിങ്ങൾ കൂട്ടത്തോടെ താമസം മാറ്റണം. എങ്ങോട്ടാണെന്നറിയോ? കേരളത്തിലേക്ക്. അവർക്ക് സുരക്ഷിത താവളമായിരുന്നു പശ്ചിമ ബംഗാളിലെ സ്ഥിതി വല്ലാതെ കൈവിട്ടു പോയിരിക്കുന്നു. മമതയെ സംബന്ധിച്ച് മമതയുടെ ജീവിതത്തിലെ അവസാന നാളുകൾ, മുഖ്യമന്ത്രി പദത്തിലെ അവസാന നാളുകളിലേക്ക് മമത നീങ്ങുകയാണ്. പ്രജിതയ്ക്കും മമതാ ബാനർജിയുടെ ഈ കിരാതഭരണം ബംഗാളിൽ നിന്ന് അവസാനിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും മമതയുടെ ഭരണം അവസാനിക്കണം. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി വലിയ ബന്ധമുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിൽ BSF വേലി കെട്ടാൻ നോക്കിയാൽ മമത സമ്മതിക്കില്ല. മമത പറയുന്നത് 600 കിലോമീറ്റർ റേഞ്ചിൽ നിങ്ങൾ BSF പട്ടാളക്കാർ കാവൽ നിൽക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ 6000 പട്ടാളക്കാർ വേണം. ഷിഫ്റ്റ് അനുസരിച്ചാണെങ്കിൽ മിനിമം 12,000 BSFക്കാർ വേണം. കേന്ദ്രം അതിനുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടും ഭൂമി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലായതുകൊണ്ട് വേലി കെട്ടാൻ സ്ഥലം കൊടുക്കത്തില്ല. അതിർത്തി തുറന്നു കിടക്കണം. 600 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീളം എത്രയെന്നറിയാമോ? 590 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ കാസർഗോഡ് വരെ പോയാൽ വെറും 590 കിലോമീറ്ററേ ഉള്ളൂ. 600 കിലോമീറ്റർ അപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ തുറന്നു കിടക്കുന്നത്. അവിടെ മുള്ളുവേലി കെട്ടാൻ മമത സമ്മതിക്കില്ല. മമത പറയുന്നു സ്ഥലം തരത്തില്ല. കാരണം വേലി കെട്ടാൻ ചുമ്മാ ഒരു പത്തൽ കുഴിച്ചിട്ടല്ലോ വേലി കെട്ടുന്നത്. അവിടെയൊക്കെ അതിർത്തിയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വേണം. അത് ലാൻഡ് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവസാനം BSF കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി എന്താ പറയുന്നറിയോ? ഇതെന്ത് വൃത്തികേടാണ് പറയുന്നത്, ഇത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഉടൻ നടപടിയെടുത്ത് അറിയിക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആ തരത്തിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പശ്ചിമ ബംഗാൾ. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അവർ ഭരണഘടനയെ മാനിക്കത്തില്ല. അവർ മുസ്ലിം അപ്പീസ്മെൻറ്റിന് വേണ്ടി ഇന്ത്യക്കാരല്ലാത്ത മുസ്ലിങ്ങൾ വന്നിട്ട് ഇവിടെ ജീവിക്കട്ടെ, അവർക്ക് ഇവിടുത്തെ പൗരന്മാരുടെ എല്ലാ അവകാശവും കിട്ടട്ടെ എന്ന് പറഞ്ഞ് രാജ്യത്തെ വിശാല ബംഗ്ലാദേശ് എന്ന ആശയത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. ജനാധിപത്യത്തോട് ഒരു ബഹുമാനവുമില്ല, ഒരാദരവുമില്ല. എതിരാളികളെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുക, കൊല്ലുക, ബലാത്സംഗം ചെയ്യുക, തീ വെക്കുക, ഇതൊക്കെ
നടപ്പാക്കുന്ന മുസ്ലിം അക്രമകാരികളുടെ ഒരു കിരാത സേനയെ കൊണ്ട്, ഒരു രാക്ഷസ സേനയുടെ അധിപയായിരുന്നു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൃഗീയ വാസനകളുള്ള ഈ സ്ത്രീയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് കൃത്യമായ വിവരങ്ങളാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം അതിൻ്റെ ആക്കവും വേഗവും കൂട്ടിയിട്ടുണ്ട്. പ്രജിതയുടെ മുഖം വല്ലാണ്ട് ഇരുണ്ടിരിക്കുകയാണ്. ബംഗാൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ പ്രജിതയ്ക്ക് ചിരിക്കാൻ പറ്റും. എല്ലാ ജനാധിപത്യവാദികളും ചിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം. ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല. കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക, സബ്സ്ക്രൈബ് ബാർ നോക്കുക, അവിടെ ഒന്ന് വിരലമർത്തുക, പിന്നെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കുക.